ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നല്ലൊരു ടേസ്റ്റി എഗ് 65. അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് വേഗം പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് വേഗം പോയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുട്ടേൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട നടുക്കലേക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞക്കരുവിൽ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മുട്ടയും നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം. അതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പോലെ ചെറുതായി നുറുക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുതായി നുറുക്കിയ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് അതും ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി കരിവേപ്പില അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പോലെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ പോലെ മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പോലെ ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മുട്ടേൻ്റെ വെള്ള അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തതാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ഈ മുട്ടക്കൂട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരിപ്പക്കയിലേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇതിലുള്ള മുട്ടയിലുള്ള എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മൊത്തം മുട്ട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇച്ചിരി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് പൊടിയായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുക്കലെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 തണ്ട് കരിവേപ്പില അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പോലെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പോലെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുട്ടയിലേക്ക് ടൊമാറ്റോ സോസും നമ്മുടെ വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം കുറയ്ക്കുകയൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ ഈ മുട്ടയിലേക്ക് ടൊമാറ്റോ സോസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പം ഒരു പിടി മല്ലിയില ചെറുതായി നുറുക്കിയത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും കേട്ടോ. അപ്പം നമുക്കിതൊരു സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വന്നതിനാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാലും ഞാനിടുന്ന റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി ഞാൻ കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ.